തിരഞ്ഞെടുത്തു. ദൈവപൈതലാ ജീവിക്കുവാൻ യേശുവേ നീ എന്നെ തിരഞ്ഞെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നിന്റെ രക്തവും നിന്റെ ജീവനും തന്നെന്നെ വീണ്ടെടുത്തു. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. നല്ലവനേ യേശുവിനെ എത്ര സ്തുതിച്ചാൽ മതിയാകും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് നമ്മളെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്, ചിന്തകളെക്കുറിച്ചിട്ടാണ്. ക്രിസ്തുവിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരെയും കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ദൈവജനം പറയുക, അത് എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, തിന്മയ്ക്ക് വേണ്ടിയിട്ടല്ല. ഞാനൊരു പക്ഷേ അതിനെ മനസ്സിലാക്കുന്നില്ല എങ്കിൽ പോലും അതെൻ്റെ നന്മയ്ക്കായി വന്നു ഭവിക്കുമെന്നാണ് ദൈവജനം പറയുന്നത്. എന്നാൽ എന്താണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്? പലപ്പോഴും പിശാചിൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ പിശാച് നമ്മളെ ഇടിക്കാൻ ശ്രമിക്കുന്ന വിധത്തിൽ അവൻ്റെ വാക്കുകൾ പലരിലൂടെയും അവൻ സംസാരിക്കുവാനിടയാകും. അതാണ് നമ്മളെ പലപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നിടത്തോളം കാലം ഒരിക്കലും നമുക്ക് ദൈവിക അനുഭവത്തിൽ സന്തോഷിക്കുവാൻ കഴിയത്തില്ല. ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ തന്നെ തിരുത്തുവാനും ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലായിരിക്കുവാനും കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഞാൻ ഈ ചർച്ച പഠിപ്പിക്കാറുള്ള ഒരു വാചകമോ, നിങ്ങൾക്ക് എല്ലായിടത്തും ജയം ഉണ്ടാവും, നിങ്ങൾ എല്ലായ്പ്പോഴും ജയിക്കും. കാരണം ബൈബിൾ അങ്ങനെ പറയുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടി ജനിച്ചതാണെന്ന് എഴുതിയിരിക്കുന്നത് ബൈബിള്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നീ ജയിക്കാൻ വേണ്ടി എന്തിരിക്കുവോ? ജയിക്കാൻ വേണ്ടി ജനിച്ചിരിക്കുവോ? അങ്ങനെ ബൈബിളിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഒന്ന് യോഹന്നാൻ 5:4 വാക്യം ഇവിടെ എഴുതിയിരിക്കുന്നത്, ഞാൻ ജയിക്കാൻ വേണ്ടിയാ. പക്ഷെ നിങ്ങളിവിടെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ ആരോടെങ്കിലും ഇത് പറഞ്ഞോ, ആ ആള് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലായ്പ്പോഴും അങ്ങ് ജയിക്കാൻ പറ്റുമോ? അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, എല്ലായ്പ്പോഴും അങ്ങനെ ജയിക്കാൻ പറ്റുമോ? ആ പാസ്റ്ററിനൊക്കെ സ്റ്റേജിൽ നിന്ന് പറയാം, എല്ലാ കാര്യത്തിലും നമുക്ക് വിജയിക്കാൻ പറ്റുമോ? എല്ലാ കാര്യവും സക്സസ് ആയ മനുഷ്യന്റെ ഒക്കെ സ്ഥിതി എന്തുവാ? ശ്രദ്ധിച്ചേ, എല്ലാ കാര്യങ്ങളും സക്സസ് ആയ മനുഷ്യന്റെ ഒക്കെ സ്ഥിതി എന്തുവാ? അങ്ങനെയൊന്നും എല്ലാ കാര്യവും സക്സസ് ആവും. മനുഷ്യനാണെങ്കിൽ താറ്റവും ഉയർച്ചയും കയറ്റവും ഉയർച്ചയും ഇങ്ങനെ കയറ്റവും ഉയർച്ചയും തലയിൽ വെച്ചിരിക്കുമോ? ഇപ്പോ എവിടെ നിന്നാണ് ഈ കയറ്റവും ഉയർച്ചയും കിട്ടിയ? അതെനിക്കറിയത്തില്ല. ബൈബിളിലുണ്ടോ? അതുമില്ല. പിന്നെ എവിടെ നിന്നാ കിട്ടിയ? നാട്ടുകാർ പറഞ്ഞതാ. കയറ്റവും ഉയർച്ചയും ഉയർച്ചയിലാണോ താഴ്ചയിലാണോ എനിക്കറിയത്തില്ല ഇപ്പോ. പക്ഷെ വേദപുസ്തകം പറയുന്നത്, നീതിമാന്റെ പാത നട്ടുച്ച പോലെ ഓരോ ദിവസവും ഉയർന്ന് പ്രകാശമുള്ളത്. അതാ ബൈബിൾ പറയുന്നേ. പക്ഷെ തലേ കയറ്റി വെച്ചിരിക്കുന്ന വേറൊരു കള്ളമാണ്. അടുത്തിരിക്കുന്നവരോട് പറ, തലേ കയറ്റി വെച്ചിരിക്കുന്ന വേറൊരു കള്ളമാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു, എടാ ഒരു അരമണിക്കൂർ മുമ്പ് നിന്നെ പ്രസവിച്ചിരുന്നെങ്കിൽ നിന്റെ നാള് വേറെ ആയിപ്പോയെന്ന്. ഞാൻ ഇന്നാണ് ഈ പറഞ്ഞേനെ, അത് കീറി അങ്ങ് എടുത്തുകൂടായിരുന്നോ? കറക്റ്റ് ടൈമിങ്ങിൽ എടുത്താൽ പോരായിരുന്നോ? വെച്ചുകൊണ്ടിരിക്കണമായിരുന്നോ? പ്രസവേദനയൊന്നും വേണ്ടല്ലോ, കത്തിയിരിക്കുമല്ലേ. എന്നിട്ട് കൂട്ടത്തിൽ പറയും, അയ്യോ ആ സമയത്ത് ഒരു കൊച്ചുണ്ടായി, ഒരു ആൺകൊച്ചാ, പക്ഷെ മുടന്തനായി പോയെന്ന്. ആ സമയത്ത് നല്ല കൊച്ചുകൾ എന്ത് ചെയ്യത്തില്ല? ജനിക്കത്തില്ല. എന്നാ പരിപാടി? അത് കേട്ട് വിശ്വസിക്കാൻ തയ്യാറാ. ദൈവം അപ്പം നല്ല സമയത്ത് ഒറ്റ ഒരുതിനെ ഇവിടെ ജനിപ്പിക്കുന്നില്ല, എല്ലാം ചീത്ത സമയത്താണ് ജനിപ്പിക്കുന്നത്. ഇത് കേട്ട് വിശ്വസിച്ച മണ്ടന്മാരായി പോയല്ലോ നിങ്ങള്. നേരം വെളുത്ത് ഉദയ സമയത്ത് പ്രസവിച്ചാൽ നല്ലത്, രാത്രി സമയത്ത് പ്രസവിച്ചാൽ തീർന്നത്. നിന്നെ എപ്പോഴാ പറ്റത് അറിയാവോ? രാത്രിയിലോ നേരം വെളുത്തോ? എന്തൊന്നും മിണ്ടാത്തെ? അർദ്ധരാത്രിക്കാണെങ്കിൽ അതിനേക്കാ വലുത്. ഇതൊന്നും ഇല്ലേ ഇവിടെ? കൊല്ലത്തൊന്നും ഇങ്ങനെ സാധനം ഇല്ലേ? കുര്യൻ ബ്രദറെ,
കൊല്ലത്തൊന്നും ഇങ്ങനെ ഇല്ലേ? ബന്ധുസ്ഥ അങ്ങനൊന്നും ഇല്ലേ? ഉണ്ട്. അപ്പം പറയുന്നത് അർദ്ധരാത്രിക്ക് അവന്റെ ജനനം ഉണ്ടോ? ഇത് തലേ കയറ്റി വെച്ചിരിക്കുക. പിശാച് നിങ്ങളോട് അങ്ങനെ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞിട്ടെ. എൻ്റെ അമ്മ എന്നിട്ട് എന്നോട് കൂടെ പറയുമായിരുന്നു, എടാ നിന്റെ രാജയോഗമോ വിശ്വാസത്തിൽ വന്ന് ശുശ്രൂഷകനായിരിക്കുന്നതിനിടയിൽ എൻ്റെ അമ്മയുടെ അമ്മ പറയുന്ന വാചകമോ, ഈ വർഷം മുതൽ ആ വർഷം വരെ നിനക്ക് രാജയോഗോടാന്ന്, അത് കഴിഞ്ഞാൽ തീർന്നടാന്ന്. എനിക്ക് വന്ന ഒരു ബഹളം നിങ്ങൾക്ക് മനസ്സിലാവുന്നോ? They are controlled by some evil understanding. അവരുടെ തലയിൽ ആരോ പറഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങളാ അവരുടെ ഉള്ളിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ രാജയോഗം തുടങ്ങിയത് ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞ ദിവസം മുതൽ. നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്? പിശാച് പറഞ്ഞ കള്ളമോ അതോ ദൈവവചനം പറയുന്ന സത്യമോ? ഏതാ വിശ്വസിക്കുന്നേ? നാട്ടുകാരോ പറഞ്ഞ കള്ളം. എന്നെ വേദനിപ്പിച്ചൊരു രഹസ്യം പറയട്ടെ. എനിക്ക് പാണ്ട് വന്നത് അല്ലെങ്കിൽ കല്യാണത്തിന്റെ കുറച്ച് കാലഘട്ടം മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 19 വയസ്സ് 20 വയസ്സ് മുതൽ എൻ്റെ കയ്യിൽ പാണ്ട് വരാൻ തുടങ്ങി. 22 വയസ്സിന് ശേഷം പാണ്ട് വരാൻ തുടങ്ങിയപ്പോൾ എൻ്റെ കുടുംബക്കാർ, ഞങ്ങളുടെ തൃശ്ശൂർക്കാരല്ല സൈഡിൽ ഫാമിലികളെല്ലാം ചോദിക്കാൻ തുടങ്ങി, തൃശ്ശൂർ സൈഡിൽ നിന്നൊരു പെണ്ണുവിന് കിട്ടുമോ? കാരണം കുറച്ച് സെൻസിറ്റീവ് ആയ സ്ഥലമാണ് കുന്നംകുളം. അവിടുത്തെ ആളുകളെ കെട്ടിക്കത്തുള്ളൂ. അങ്ങനെ കുറച്ച് ചടങ്ങുകളുണ്ട്. എൻ്റെ പെങ്ങന്മാരെല്ലാം അവിടെയൊക്കെ കെട്ടിച്ചു. നിങ്ങൾ ജനിച്ചു വളർന്നൊക്കെ ഇവിടെയാ, അല്ല ഞങ്ങൾ വളർന്ന് പഠിച്ചതൊക്കെ ഇവിടെയാ, അഞ്ചില്ല. പക്ഷെ എൻ്റെ പെങ്ങളെ കെട്ടിച്ചിരിക്കുന്ന രണ്ടുപേരും കുന്നംകുളത്താണ്. കാരണം അങ്ങനെ ആ ഫാമിലീസ് കുന്നംകുളത്ത് നിന്ന് വന്നുള്ള ആളുകൾ വേറെ എവിടെയും കെട്ടിക്കത്തില്ല, അവിടെ കെട്ടിക്കത്തുള്ളൂ. അതൊരു മൈൻഡ് സെറ്റാണ്. അതുകൊണ്ട് എൻ്റെ അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, അഞ്ചൽ അവിടുന്ന് കിട്ടത്തില്ല, ഇവിടെ കിട്ടുമെന്ന് മനസ്സിലായി. ഇവിടുത്തെ ആർക്ക് അത്ര പ്രശ്നമില്ല. ഇത് പെണ്ണിനെ 23-ാമത്തെ വയസ്സിൽ പോയി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, എടാ ഇപ്പോഴല്ലടാ നിന്റെ കല്യാണം, വെയിറ്റ്. അന്ന് കർത്താവ് ഒരു പെങ്കൊച്ചിനെ കാണിച്ചു, അതിനെ പോയി കെട്ടിയിരിക്കുന്നേ ഞാൻ. Are you listening to me? കൂടെ ഉണ്ടോ? എൻ്റെ ഉള്ളിൽ ഒരു കള്ളം കയറി. എൻ്റെ ഇടയില് പാണ്ടുണ്ടായാൽ പെണ്ണ് കിട്ടത്തില്ല. എൻ്റെ മോഹങ്ങളെല്ലാം ഞാൻ താഴെ വെച്ചു. എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചിരിക്കുമ്പോൾ സുന്ദരിയായിരിക്കണം. ഞാൻ എപ്പോഴും ചിരിക്കുന്ന പെമ്പിള്ളേരെ എന്നെ വീഴ്ത്തിയിട്ടുള്ളത്. സ്വത്രമൊക്കെ പോയോ? ചിരി എനിക്ക് ഭയങ്കര സ്വാധീനിക്കുന്നത്. നിങ്ങളുടെ കാര്യം എങ്ങനെ എനിക്കറിയത്തില്ല. കണ്ണ് ബ്രൈറ്റ് ആയിരിക്കണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം. അത് കിട്ടിയത് എവിടുന്ന? ബൈബിളിൽ ഒരു വാക്യം വായിച്ചപ്പോൾ കിട്ടിയത് ഇതാ, റേച്ചലിനെ കണ്ടപ്പോഴേ വീണാര്. അത് വായിച്ചു ഞാനും കർത്താവിനോട് പറഞ്ഞു, കർത്താവ് അങ്ങനെ വീഴുന്നൊരു പെങ്കൊച്ചിനെ തരണേ. ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാം. അത് ലിസണിങ്. ഞാൻ തമാശ പോലെ പറയുമ്പോഴും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചിരുന്നു. ഒരിക്കൽ സ്വർഗ്ഗം എന്നോട് പറഞ്ഞു, എനിക്ക് എന്തെങ്കിലും അസാധ്യമായതുകൊണ്ടോടാ. നിങ്ങൾക്കറിയോ, എനിക്കൊരു വെളിപാട് വന്നു. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെങ്കൊച്ചിൻ്റെ വീട്. എന്നാൽ സോളിക്കൊരു വെളിപാട് കൊടുത്തു. പച്ച നിറത്തുള്ള അംബാസഡർ കാറുള്ള ഒരാള് കാണാൻ വരും. എൻ്റെ ദൈവമേ, എനിക്കൊരു പച്ച വണ്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അംബാസഡർ കളർ പച്ച കണ്ടിട്ടുണ്ടോ? എൻ്റെ വണ്ടി മാത്രമേ കേരളത്തിൽ പച്ച കളർ കാണത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു പച്ച. പള്ളിയിൽ അച്ഛനെ വണ്ടി മേടിച്ചേ. അച്ഛൻ എന്തോ തോന്നി അടിച്ചത്. ഒരു ഹരിത വർണ്ണമായിരുന്നു. കേരളത്തിൽ അങ്ങനെ ഒരു പച്ച കളറുള്ള വണ്ടിയില്ല. ഇപ്പൊ ഇവളും ചിന്തിച്ചു, ഇങ്ങനൊരു പച്ച ഞാൻ കൂടുതൽ കണ്ടിട്ടില്ലല്ലോ എന്ന്. ഞാൻ വീട്ടിലെ മുമ്പിൽ വണ്ടി കൊണ്ടു നിർത്തിയപ്പോഴേ സോളി പറഞ്ഞു, ഇതാണ് എൻ്റെ ചെറുക്കനെന്ന്. വണ്ടി വിൽക്കാഞ്ഞത് ഭാഗ്യം, പെയിന്റ് മാറ്റാഞ്ഞത് ഭാഗ്യം. അറിയില്ല, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നാം, പക്ഷെ ഐ എം സീരിയസ്. അതിന്റെ തലയാഴ്ചയിൽ കാര്യത്തിന്റെ തലയാഴ്ചയിൽ പരിശുദ്ധാത്മ സോളിയോട് കർത്താവ് സംസാരിക്കുവോ? സ്വപ്നത്തിലൂടെ സംസാരിച്ചേ. ചോദിച്ച ചോദ്യം, ഞാൻ കാണിച്ചു തരുന്ന ചെറുക്കനെ നീ ഒരെതിരും പറയാതെ കെട്ടുവോ? എൻ്റെ അമ്മോ. അവള് ഹോസ്റ്റലിൽ നിന്ന് നേരെ വീട്ടിൽ വരുവാ സ്വപ്നം കണ്ടിട്ട്. അതിന്റെ പിറ്റേ ദിവസം ഞാൻ പെണ്ണ് കാണാൻ ചെല്ലുവാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അന്ന് രാത്രി ഇവൾക്ക് ആ സ്വപ്നം വീണ്ടും ഉണ്ടായി. ദൈവമാ നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. ഞാനത് പറയുമ്പോൾ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട്. ഞാൻ അവളോട് ചോദിക്കാൻ 15 ക്വസ്റ്റ്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ക്രൂക്കഡ് ക്വസ്റ്റ്യൻസ്. ഞാൻ പെണ്ണ് കാണാൻ പോയപ്പോൾ ചോദിച്ചത്, എൻ്റെ കയ്യിലെ പാണ്ട് കണ്ടില്ലേ, എന്നിട്ടാണോ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു. അവൾ പറഞ്ഞൊരു മറുപടി എന്നെ സ്വാധീനിച്ചു കളഞ്ഞു.
അതിന്റെ കാരണം തലേരാത്രി അവൾ സ്വപ്നം കണ്ടിരിക്കുവോ, അതിന് 3 ദിവസം മുമ്പ് വീണ്ടും ഒരു സ്വപ്നം കണ്ടിരിക്കുവോ. നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരുടെ വാക്കുകളല്ലെന്നേ. മറ്റുള്ളവരുടെ വാക്കുകളല്ല നിന്നെ നിയന്ത്രിക്കേണ്ടത്. എന്റെ ദൈവത്തിന്റെ വാക്കുകളാണ് നിനക്ക് വേണ്ടി നിയന്ത്രിക്കേണ്ടത്. നിനക്ക് ശുഭകരമായ ഒരു ഭാവിയെ സ്വർഗം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. അതിനെ അടയ്ക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരേണ്ടതിന് ഞാൻ തിരിഞ്ഞു നോക്കിയാൽ എനിക്ക് ഒരു കാര്യത്തിൽ കുറവില്ല. ഒരു കാര്യത്തിൽ കുറവില്ല. എൻ്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു. പാണ്ടുണ്ടായിരുന്നിട്ടും ദൈവം എന്നെ ലോകരാജ്യങ്ങളിൽ കൊണ്ട് ഉപയോഗിച്ചു. പാണ്ഡനെന്നും ചൊറിയനെന്നും ആളുകൾ വിളിക്കുമ്പോഴും ദൈവം എന്നെ മറ്റൊരാൾക്ക് വിശ്വാസയോഗ്യമായി മുമ്പിൽ നിർത്തി. God is so great. കളിയാക്കുന്നവരെ മണ്ടനാക്കി ഞാൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുക. That is called grace of God. നിങ്ങളുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്നു നിങ്ങൾ പാണ്ടുള്ള ഒരാളുടെ അടുക്കലാ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. അതെങ്ങനെയാ നിങ്ങൾ വിശ്വസിച്ചേ? അതിന്റെ പേരാണ് കൃപ. Oh, love you Lord. കൈകളടിച്ചൊരു നല്ല ആമേൻ പറഞ്ഞേ. ശബ്ദമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ഏതാ വിശ്വസിക്കുന്നത്? പിശാച് പറയുന്ന കള്ളവോ ദൈവം പറയുന്ന സത്യമോ? നിങ്ങൾ മരിക്കാൻ തീരുമാനിച്ച സംഭവം ഒന്ന് ഓർത്തു നോക്കിയേ. മരിച്ചാൽ മതിയെന്ന് നിങ്ങൾ വെറുപെടുത്ത സമയം ഒന്ന് ഓർത്തു നോക്കിയേ. ആരോ ഒരു സംഭവം നിങ്ങളുടെ വീട്ടിലുണ്ടായതാണ് മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചത്. ഏതോ കടക്കാരൻ വന്ന് തെറി വിളിച്ചതാണ് കാരണമായത്. ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ കടം മേടിച്ച ആളുകൾ മുമ്പിൽ ഒന്ന് ചീത്ത വിളിച്ചു. ഇങ്ങനെ പറഞ്ഞു, ഇറങ്ങി വാടാ, പ്രസംഗം നിർത്തടാ. അഞ്ജലി നടന്ന കാര്യമോ? ആദ്യം അപ്പൻ തരാനുള്ള പൈസ വന്നിട്ട് നീ പ്രസംഗിച്ചാൽ മതിടാ. നടന്ന കാര്യമോ? എൻ്റെ കൂടെ നിൽക്കുന്ന അനീഷ് ബ്രദർ അവനെ പിടിച്ചോണ്ടുപോയി, അദ്ദേഹത്തെ പിടിച്ചോണ്ടുപോയി. ഞാൻ എപ്പോഴും അവിടെ നിന്ന് പ്രസംഗിച്ചു, യേശുവിൽ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. കൂടിയിരിക്കുന്ന ആളുകളൊക്കെ മഹത്വമല്ല കാണുന്ന, കടക്കാരെ ചീത്തവിളിയാണ്ടേ. അന്ന് ഞാൻ ഇറങ്ങിപ്പോകുന്ന വഴിക്ക് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പുകാരുണ്ട്, ഒരു പയ്യനുണ്ട്. അവൻ ഇറങ്ങാൻ നേരത്ത് പറയുവോ, നാട്ടുകാരുടെ മുഴുവൻ മേടിച്ച് പ്രസംഗിക്കാൻ ഉണ്ടാക്കുവാന്ന് പച്ചയ്ക്ക് എന്നോട് പറയുവോ. ഞാൻ തലകുനിഞ്ഞ അതിൽ ഇറങ്ങിപ്പോയേ. പക്ഷേ അതേ സ്ഥലം ഞാൻ വാങ്ങി, അതേ സ്ഥലത്ത് ദൈവം എന്നെ മാനിച്ചു. നിങ്ങൾ എവിടെയാ തകർന്നു പോകുമെന്ന് പറഞ്ഞേ, അവിടെ നിങ്ങളെ മാനിക്കാൻ ഒരുവനുണ്ട്. Do you believe? ഞാൻ പോയ അപമാനങ്ങളും നിന്ദകളും പരിഹാസങ്ങളും അത് പറഞ്ഞറിയിക്കണേക്കാൾ വലുതാണ്. എല്ലാം അവസാനിച്ചെന്ന് തോന്നിയ ധാരാളം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനിച്ചെന്ന് തോന്നുന്നിടത്തെല്ലാം ഞാൻ കർത്താവിനോട് പറഞ്ഞു, നിനക്ക് തോന്നി അവസാനിച്ചെന്ന്, പക്ഷെ ഞാൻ അവിടെ ആരംഭിക്കുകയാണ്. Do not believe the lie of the devil. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ സംശയിക്കരുത്. ആരോ ഒരാൾ പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വീട്ടിൽ നിങ്ങൾ വഴക്കുണ്ടാക്കരുത്. എന്തോ ഒരു കാര്യം കേട്ടിട്ട് നിങ്ങൾ അസമാധാനം വീട്ടിൽ കൊണ്ടുവരരുത്. Trust in the word. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു വാചകം പറയട്ടെ. വേദവസം പറഞ്ഞു, നിങ്ങൾ ഈ ലോകത്തിന്റെ ഉപ്പാണ്. മത്തായി 5:13. ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിനെ ചവിട്ടിക്കളയാനേ കൊള്ളാവൂ. നിങ്ങൾക്കറിയാം ഉപ്പെന്ന് പറഞ്ഞ സാധനത്തിന്റെ പ്രത്യേകത എന്താണ്? അടുത്തിരിക്കുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. ഉപ്പെന്ന് പറഞ്ഞ രണ്ട് പ്രധാന കാര്യങ്ങൾ പറയാം. ഉപ്പ് ഒരു പ്രിസർവേറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ പ്രിസർവേറ്റീവ് ആണ് എന്ത്? ഉപ്പ്. ദൈവം നിങ്ങളെ അനേകരെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ലോകത്തിൽ കണ്ടിട്ടുള്ള വ്യക്തികളാണ്. You are a preservative. നിങ്ങളിലൂടെ അനേകരെ സൂക്ഷിക്കാൻ ദൈവം പോകുകയാണ്. നിങ്ങൾ ബൈബിൾ നോക്കിയിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 27-ാം അധ്യായം നമ്മൾ വായിച്ചാൽ പൗലോസിനോട് ദൈവം പറയുക, നീ കാരണം ഇതിനകത്തുള്ള സകല കൊള്ളക്കാരെയും കള്ളന്മാരെയും ജയിലുള്ള പുള്ളികളെയും ഞാൻ ഫ്രീ ആയിട്ട് തരുക. നീ ഒരാൾ ഉള്ളതാണ് നിന്റെ വീടെന്ന് കരുതപ്പെട്ടിരിക്കുന്നത്. നീ ഒരാൾ ദൈവകൃപയിൽ നിന്നതാണ് ദൈവം നിന്റെ വീടിനെ കരുതിയത്.
നീ യേശുവിന് വേണ്ടി നിന്നതാണ് ദൈവം നിന്നെ പരിപാലിച്ചത്. നിനക്ക് തോന്നാം നീ തകർന്നായിരിക്കുന്ന, അല്ലല്ല, നീ ദൈവത്തിന്റെ വിശിഷ്ടമാണ്, ദൈവത്തിന്റെ പ്ലാനാണ് നീ, ദൈവത്തിന്റെ കരുതലാണ് നീ. അവിടെ ഇവിടെയും തകർന്നു പോകാനുള്ളതല്ല നീ. അനേകരെ കരുതാൻ ദൈവം നിന്നെ ഉപയോഗിക്കാൻ തെരഞ്ഞെടുത്തതാണ്. ഉപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അറിയോ? അത് ഫ്ലേവർ കൊടുക്കുന്നതാണ്, എന്ന് പറഞ്ഞ രുചി ഉണ്ടാക്കുന്നതാണ്. എന്ന് പറഞ്ഞ അനേകർക്ക് നീ ഒരു ഫ്ലേവർ ആയിരിക്കും. എന്ന് പറഞ്ഞ അനേകരെ മണവും രുചിയും ഉള്ളതാക്കാനാ ദൈവം നിന്നെ കണ്ടിട്ടുള്ളത്. അനേകരെ കരുതാനും. ഇത് ദൈവം നമ്മളോട് പറഞ്ഞ വാചകമാ. യു ആർ ലൈക്ക് എ സോൾട്ട്. ഹല്ലേലൂയ. നീ അനേകരെ കരുതുവാൻ ദൈവം കണ്ടിട്ടുള്ള. ഞാനേ പാണ്ഡന്റെ കൈകളിലും കാലുകളിലും ഉണ്ട്, ധാരാളം കുറവുകളുണ്ട്. പക്ഷേ എന്നെ ദൈവം കണ്ടത് അനേകരെ കരുതാൻ വേണ്ടിയാണ്. അനേകർക്ക് മണവും രുചിയും ഉണ്ടാക്കിയത്, അനേക കുടുംബങ്ങൾക്ക് മണവും രുചിയും ഉണ്ടാക്കിയതിനെ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തി. ഈ പകൽ നിങ്ങളോട് ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾ അനേകർക്ക് മണവും രുചിയുമാകാനാ വിളിക്കപ്പെട്ടതെന്ന് എത്ര പേർക്ക് അറിയാം? അവന്റെ കള്ളങ്ങൾ വിശ്വസിക്കരുത്, അവന്റെ കള്ളങ്ങൾ വിശ്വസിക്കരുത്, പിശാചിന്റെ കള്ളങ്ങൾ വിശ്വസിക്കരുത്, പിശാചിട്ട കള്ളങ്ങൾ വിശ്വസിക്കരുത്. എന്നെ ഇങ്ങനെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താമെങ്കിൽ നിങ്ങളെ എത്രയധികമായി ദൈവത്തിന് ഉപയോഗിക്കാം, എത്ര ശക്തമായി ദൈവത്തിന് പ്രയോജനപ്പെടുത്താം. കൂടെ ഉണ്ടെങ്കിൽ കൈകളടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. വേദവചനം പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. What does it mean by? നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നേ? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? You are the light of this world means you have to give the direction and the guidance those who are in your world. നിന്റെ ലോകത്തിലുള്ളവർക്ക്, നിനക്ക് സമൂഹത്തിൽ ദൈവം തന്നിട്ടുള്ള ആളുകൾക്ക് നീ ഒരു ഗൈഡൻസ് ആണ്, നീ ഒരു വെളിച്ചമാണ്. ഹല്ലേലൂയ. നീ ഏതോ ഒന്നല്ല, നീ ലോകം പറയുന്നതല്ല. പാണ്ഡനെന്നും ചൊറിയനെന്നൊക്കെ ലോകം പറയാം, പക്ഷെ അനേകർക്ക് വെളിച്ചമാണ് ഞാൻ, അനേകരുടെ ഗൈഡൻസാ ഞാൻ, അനേകർക്ക് റോൾ മോഡലാ ഞാൻ. പരിഹസിക്കുന്നവരുടെയും ചിന്തിക്കുന്നവരുടെയും നിന്ദിക്കുന്നവരുടെയും ശബ്ദമല്ല നീ കേൾക്കേണ്ടത്. ദൈവത്തിന്റെ വചനം എന്താണോ നിന്നെ കുറിച്ച് പറയുന്നത്, അതാണ് നീ. പലപ്പോഴും ചുറ്റുപാടുകൾ പറയുന്നതാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവർ നമ്മളെക്കുറിച്ച് പറയും ലോകത്തിൻ്റെ വാക്കുകൾ, അല്ലെങ്കിൽ നെഗറ്റീവായ വാക്കുകൾ. ഇതെങ്ങനെ ശരിയാകും? നീ അനുഗ്രഹിക്കപ്പെടുവോ? നിൻ്റെ കൈകളിലുള്ളതെല്ലാം ചോർന്നു പോകുന്നില്ലേ? ഇങ്ങനെ പലതുമായിരിക്കാം ലോകം നമ്മളോട് പറയുന്നത്. പക്ഷേ ദൈവവചനത്താൽ ഒരു വ്യക്തി കൺട്രോൾ ചെയ്യപ്പെടുന്നുവെങ്കിൽ ലോകത്തിൻ്റെ വാക്കുകൾക്ക് അവൻ്റെ ഉള്ളിൽ ഇടമുണ്ടാകത്തില്ല. അങ്ങനെ ഒരു വ്യക്തിയായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം. കർത്താവിന് എന്നെക്കുറിച്ച് എന്താണോ ഉദ്ദേശം, അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ഈ ബ്രദറിന്റെ പേര് സജീവൻ എന്നാണ്. ആക്കുളം എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. നമ്മുടെ ചർച്ചിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമാണ്. ബ്രദറിന് ജോയിൻസിൽ വല്ലാത്ത വേദന ഉണ്ടായിരുന്നു. അപ്പോൾ 2 ആഴ്ച മുന്നേ ബ്രദറിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഈ വേദന കാരണം ബ്രദറിന് ഇരിക്കുവാനോ ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കാനൊന്നും സാധിക്കത്തില്ലായിരുന്നു. മീറ്റിംഗിന് കഴിഞ്ഞിട്ട് പുറത്തു നിന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അത് മാറിപ്പോയെന്നാണ് ബ്രദർ സാക്ഷി. അതിന്റെ സിവിയർനെസ് എന്ന് പറയാം. എന്തുവായിരുന്നു ബ്രദറിന്റെ പ്രയാസം? മറ്റുള്ളവർക്ക് ഈ കാലിന് വേദന എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും തോന്നത്തില്ല. എന്തായിരുന്നു പ്രധാനം? ഇദ്ദേഹം ഒരു ടൈലിന്റെ ജോലി ചെയ്യുന്നയാള് എന്ന് പറഞ്ഞ ടൈലിന്റെ ജോലി എന്നല്ലേ പറയുന്നത്? ഓക്കെ, ടൈൽസിന്റെ വർക്ക് ചെയ്യുന്നയാളാ പറഞ്ഞു. എൻ്റെ ഈ ജോയിൻ്റ് നല്ല വേദനയായിരുന്നു. ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ആ സ്ട്രൈറ്റിൽ അഴിച്ചില്ലെങ്കിൽ വീഴുന്നു. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത്രയും സിവിയർ ആയിരുന്നു. അത്രയും ആ സെക്കൻഡിൽ മാറി. ആ സെക്കൻഡിലല്ല, പെട്ടെന്ന് കുറച്ച് കുറഞ്ഞ്, പിന്നെ കുറഞ്ഞ് ഇപ്പം കംപ്ലീറ്റ് മാറിപ്പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. താങ്ക് യു. ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് ദിവ്യ എന്നാണ്. കിള്ളിപ്പാലം എന്ന സ്ഥലത്തു നിന്നാണ് ഇവർ കടന്നു വരുന്നത്. കർത്താവിനെ അറിഞ്ഞപ്പോൾ വർഷങ്ങളായിട്ട് കുടുംബത്തിലുണ്ടായിരുന്ന ശ്വാസം മുട്ടൽ മാറിപ്പോയ അത്ഭുത സാക്ഷ്യമാണ് കുടുംബം നമ്മോട് ഷെയർ ചെയ്യുന്നത്. രണ്ടാമത്തെ മോള് ജനിച്ച് 15-ാം ദിവസം മുതൽ ഹോസ്പിറ്റലിൽ ശ്വാസം മുട്ടലിന് വേണ്ടി കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച് 15-ാം ദിവസം മുതൽ. ഇപ്പൊ കുഞ്ഞിന് 8 വയസ്സുണ്ട്.
അന്ന് മുതൽ ശ്വാസം മുട്ടലുമായിട്ട് ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം സെപ്റ്റംബർ മാസം സോളി സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇൻഹേലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞ് അപ്പം സോളി സിസ്റ്ററിനെ കണ്ട് പ്രാർത്ഥിച്ചു. പൂർണ്ണമായിട്ട് കർത്താവ് അതിൽ നിന്ന് വിടുതൽ കൊടുത്തു. ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല. അന്ന് ശ്വാസം മുട്ടൽ പോയി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച്. കൊച്ചു കാര്യമല്ല, 15ാമത്തെ ദിവസം വല്ല ഉപയോഗിച്ച് തുടങ്ങിയ ആളാണ് ശ്വാസം മുട്ടൽ നിന്ന് പോയി. ഓക്കെ. അതുപോലെ തന്നെ മൂന്നാമത്തെ കുഞ്ഞ് 2 വയസ്സ് മുതൽ മൂന്നാമത്തെ കുഞ്ഞിന് ശ്വാസം മുട്ടലുണ്ട്. അതായത് ഇപ്പൊ കുഞ്ഞിന് 5 വയസ്സുണ്ട്. ഇതിൽ നിന്ന് കർത്താവ് അവരെ അത്ഭുതകരമായി 2 പേരുടെ ഇൻഹേലർ പോയി. ഒന്ന് ചുണയായിട്ട് കൈയടിക്കേണ്ട കാര്യമോ? അടുത്തതാ മൂത്ത മോൾക്ക് ഡെങ്കു ഫീവർ ഉണ്ടായിരുന്നു. ചർച്ചിലെ പ്രയർ സെല്ലിൽ വിളിച്ച് പ്രാർത്ഥിച്ചു, അത് മാറിപ്പോയി. അതുകൂടാതെ ഇവർ പറയുന്നത് കാലാവസ്ഥ ഒന്ന് ചെറുതായിട്ട് വ്യത്യാസമുണ്ടായാൽ കുഞ്ഞുങ്ങൾക്ക് ശ്വാസം മുട്ടൽ വരും, കുഞ്ഞുങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റത്തില്ല, ഒന്ന് നടന്ന് കളിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവർ സാക്ഷ്യപ്പെടുത്തുന്നത് ഇവർക്ക് കടലിൽ കുളിക്കാം, ഇറങ്ങാം. അതൊരു അടിപൊളി കാര്യമാണല്ലോ. ഇവർ കടലിൽ കുളിക്കാൻ ഇറങ്ങും. എടി ഞാനും കൂടെ അവരോട് എന്നൊന്ന് പഠിപ്പിക്കണേ. അടിപൊളി. കൈയടിച്ച് എഴുന്നേറ്റ് ഒരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ഇവർ കടലിൽ കുളിക്കാൻ പോയതൊക്കെ എൻ്റെ അസൂയ തോന്നടി, അസൂയ. ഈ ചെറുത് കടലിൽ കുളിക്കാൻ കഴിയാടുമെന്ന് നമുക്ക് ചിന്തിക്കാൻ വയ്യ. കടലിൽ കാണുമ്പോഴേ നമ്മൾ അകത്ത് കയറും. നീ കടലിൽ പോയി കുളിക്കുവോ? സത്യം. അമ്മ പറയണ കള്ളമല്ലല്ലോ അല്ലേ? സത്യം. ഇപ്പൊ ശ്വാസം മുട്ടലില്ല, അതും സത്യമാണോ? ഇൻഹേലർ ഉപയോഗിക്കുന്നില്ല, പമ്പില്ല, പമ്പ് ഇല്ല, ഇൻഹേലർ ഇല്ല. പോട്ടെ, ഇൻഹേലർ ഇല്ല. ഓക്കെ, ഒന്ന് കൈ അടിച്ചിടേ. മീൻ പറഞ്ഞു. ഇറ്റ്സ് വണ്ടർഫുൾ. എന്നെ സന്തോഷമല്ല ഈ കുഞ്ഞുങ്ങൾ ഈ പറയുന്നത്. 15 ദിവസം മുതൽ തുടങ്ങിയതാ 8 വയസ്സ് വരെ ശ്വാസം മുട്ടലിന് ഇൻഹേലർ ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ യേശു കൊടുത്ത സൗഖ്യത്തിനൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അവര് കടലിൽ കുളിക്കും. ലവ് യു. സന്തോഷമായിട്ട് പോയത്. ബ്രദർ കർത്താവ് ചെയ്ത ഒരു അത്ഭുത സാക്ഷ്യമാണ് ബ്രദറിന് പറയാനുള്ളത്. ബ്രദറിന്റെ പേര് ജാക്സൺ, നെല്ലിവിള എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. 1.5 മാസം മുൻപ് ബ്രദറിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ഒരു ഓട്ടോ ഇടിക്കുകയും കാലിൽ കൂടെ കയറി ഇറങ്ങുകയും ചെയ്തു. ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റിലായിരുന്നു. ബ്രദറിനെ ഫോണിൽ കൂടെ വിളിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ വേദന മാറി നടക്കാൻ തുടങ്ങി. തുടർന്ന് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യമായി എന്നാണ് ബ്രദർ സാക്ഷ്യപ്പെടുത്തുന്നത്. കഴിഞ്ഞ ആഴ്ച ഒന്ന് പ്രാർത്ഥിച്ചു. ഓക്കെ, കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ച് കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി പറഞ്ഞ് താങ്ക് യു വെരി മച്ച്. ഓരോ ദൈവിക അത്ഭുതങ്ങളും നമ്മളോട് പറയുന്നത് ദൈവത്തിൻ്റെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. കർത്താവ് തനിക്ക് വേണ്ടവരെയൊക്കെ തൻ്റെ രാജ്യത്തോട് സഭയോട് ചേർക്കുന്നു എന്നതാണ്. ഓരോ വിശ്വാസിയും അല്ലെങ്കിൽ ഓരോ അവിശ്വാസിയും അത്ഭുതം അനുഭവിക്കുമ്പോൾ അവൻ ദൈവത്തെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചപ്പം നമ്മളെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താ? ഓരോ ദിവസവും ദൈവത്തിൻ്റെ അത്ഭുതത്തിൽ ജീവിക്കണമെന്നാണ്. നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവേ, എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, പ്രശ്നങ്ങൾ നീണ്ടു പോകുമ്പോഴാണ് പലപ്പോഴും അയ്യോ ഈ വിശ്വാസം ശരിയായ വിധത്തിലാണോ, ദൈവം എനിക്ക് വേണ്ടി വല്ലതും ചെയ്യുമോ എന്നൊക്കെ പലതും ചിന്തിക്കുന്നത്. എന്നാൽ എനിക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ ഉപരിയായി കർത്താവിന് എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയും. എൻ്റെ ദൈവത്തിൻ്റെ സമയം 1 മിനിറ്റ് പോലും താമസിച്ചിട്ടില്ല. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം. നിങ്ങളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണാം, അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണാം, അത്ഭുതങ്ങളെ ചെയ്യുന്നത് കാണാം. എനിക്ക് ഒരു ചെടി പൂത്തു നിൽക്കുന്നത് കാണാം. ഒരു ചുമന്ന പൂവുള്ള ചെടിയാണ്. ആ ചെടി കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഓരോ കാലത്തും ഓരോ സീസണിലും ഓരോ പൂക്കൾ അല്ലെങ്കിൽ ഓരോ ചെടികൾ അതിൻ്റെ ഫലത്തെ പുറപ്പെടുവിക്കുന്നുണ്ടല്ലേ. അതിൻ്റെ സമയം തെറ്റാറില്ല. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് അതിൻ്റെ ഫലം പുറത്തു വരുന്നത്, അല്ലെങ്കിൽ ആ ചെടി പൂക്കൾ കൊണ്ട് നിറയുന്നത്. ഇതേപോലെ ഇത് പ്രകൃതിയാണ്. സംസാരിക്കാൻ അറിയാത്ത ഒരു വൃക്ഷം ചെയ്യുന്ന കാര്യം, അത് ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ മക്കളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ സമയം താമസിക്കുമോ? തക്ക സമയത്ത് കർത്താവ് ചിലത് ചെയ്യുവാനിടയാകും. എൻ്റെ ആവശ്യങ്ങളെല്ലാം അവൻ്റെ മഹത്വത്തോടെ അല്ലെങ്കിൽ ആ ധനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ കൃപയിൽ എനിക്കതെല്ലാം അനുഭവിക്കുവാനായി കഴിയും. ഒരു കാര്യവും താമസിക്കത്തില്ല, ഒരു കാര്യവും വൈകത്തില്ല. കർത്താവ് എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ചലിക്കട്ടെ അപ്പാ.
ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിറയട്ടെ അപ്പാ. ആ വീട് മുഴുവൻ മാറട്ടെ അപ്പാ. അപ്പാ, നിൻ്റെ പ്രവൃത്തിക്ക് നന്ദി പറയുന്നു, അവിടുത്തെ കൃപയ്ക്ക് നന്ദി പറയുന്നു. എനിക്കൊരു മോളെ കാണാം. ആ മോളുടെ കാലിൻ്റെ ആങ്കിളിൻ്റെ മുകളിലായിട്ട് സ്കിന്ന് ഡ്രൈ ആകുകയും ചൊറിഞ്ഞു പൊട്ടുകയും ചെയ്യുന്ന ഒരു പ്രയാസമുണ്ട്. അതിപ്പോൾ സൗഖ്യമാകുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. യേശുവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുന്ന് ചെയ്ത കൃപയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സും കുറച്ച് ഇടിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഒറ്റപ്പെടൽ അനുഭവിച്ച് നിരാശയിലായിരിക്കുന്ന, മരണം പറയുന്ന വാക്കുകളാണ് ആ വ്യക്തിയുടെ വായിലുള്ളത്. ആമേൻ. കർത്താവ് പറയുകയാണ്, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട. ദൈവത്തെ സ്തുതിച്ചാട്ടെ, ദൈവത്തെ ആരാധിച്ചാട്ടെ. സാഹചര്യങ്ങൾ മാറുന്നത് കാണുവാനായി കഴിയും. കർത്താവേ, നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നപ്പാ. ഈ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കർത്താവേ അതെല്ലാം കൊണ്ട് നിറയട്ടെ അപ്പാ. അതെല്ലാം കൊണ്ട് നിറയട്ടെ. ദൈവത്തിൻ്റെ സമൃദ്ധി, സന്തോഷം ഇതെല്ലാം കൊണ്ട് നിറയട്ടെ അപ്പാ. അപ്പാ, നിൻ്റെ പ്രവൃത്തിക്ക് നന്ദി. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നന്മയിലും നമുക്ക് എന്നുമായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.